തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ശിവഗിരി മഠത്തിന്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചാരണ സഭ പദയാത്ര നടത്തുന്നു. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്നതിനും ആരാധനയിൽ പങ്കെടുക്കുന്നതിനും അവസരം നൽകുക എന്നതാണ് പ്രധാന ആവശ്യം. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദയാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? യാത്ര സമാപിച്ചോ? ധന്യ, ശ്രീനാരായണ ഗുരു പാർക്കിൽ നിന്നും ആരംഭിച്ച ആ ഒരു പ്രതിഷേധ യാത്രയാണ് ഇപ്പോൾ ഇവിടെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ആചാര പരിഷ്കരണ യാത്രയാണ്. വിവിധമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ആചാര പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ആയിരുന്നു ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത്, ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ഇവിടെ എത്തിയ പരിഷ്കരണ യാത്രയിലെത്തിയ പ്രവർത്തകരെല്ലാം തന്നെ കൂടിയിരുന്ന് യോഗം ചേരുകയാണ്. ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിൽ പോലീസ് ഗേറ്റ് മറച്ചുകൊണ്ട് ബാരിക്കേഡ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ആദ്യമായി ശബരിമല മേൽശാന്തി നിയമനം മാറ്റുക. അത് അശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായ ഈ കാലഘട്ടത്തിൽ എല്ലാ നിയമങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് ശബരിമല മേൽശാന്തി നിയമനം അശാസ്ത്രീയമാണ്. കഴിഞ്ഞ 25 വർഷക്കാലമായി തിരുവോണനാളിൽ ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഷർട്ട് ധരിക്കണമെന്ന് പറഞ്ഞൊരു ആവശ്യം. തീർച്ചയായിട്ടും ഷർട്ട് എന്ന് പറയുന്നത്, ഷർട്ട് ഇല്ലാതിരുന്ന കാലത്ത് എന്തിനു പറയുന്നു, തുണി ഉടുക്കാൻ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു പരിഷ്കാരം ഈ കാലഘട്ടത്തിൽ തുടരണം എന്ന് പറയുന്നത് അപരിഷ്കൃതമാണ്. അത് മാറ്റണം. ഷർട്ട് ഇട്ടുകൊണ്ടും അതുപോലെ തന്നെ ചുരിദാർ ധരിച്ചുകൊണ്ടും സ്ത്രീകൾക്കും എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കണം. ഏത് ക്ഷേത്രങ്ങളിൽ പ്രവേശിച്ചാലും ഈശ്വരൻ എഴിച്ചു ഓടിപ്പോവുകയില്ല എന്ന ഒരു വിശ്വാസമാണ്. പ്രധാനമായിട്ടും 4 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പുരുഷന്മാർക്ക് പ്രവേശിക്കാനായിട്ട് ഒരു അനുവാദം നൽകുക. ഒപ്പം തന്നെ ഈ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ഈ നിയമനങ്ങൾ നടത്തുന്ന കാര്യങ്ങളിൽ അവിടെ അതിനൊരു പ്രാതിനിധ്യം നൽകുക. മാത്രമല്ല, താന്ത്രിക വിദ്യ പരിശീലിച്ച എല്ലാവരെയും ശാന്തി നിയമനത്തിൽ പരിഗണിക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ പഠിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ദേവസ്വം ബോർഡിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിന് ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ള പ്രധാന ആവശ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടന്നത്. ഇതിനുശേഷം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് കടന്നുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഇവർ എഴുതി നൽകുകയും ചെയ്യുന്നുണ്ടെന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധന്യ. ശരി.